അപ്പം നമ്മൾ ഇന്നൊരു പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ A4 ഷീറ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനെ വെക്കാനായിട്ട് നമുക്ക് ഈസൽ സ്റ്റാൻഡും ഉണ്ട്. അത് നമ്മളടുത്ത് ഓൾറെഡി ഉണ്ടാക്കിയതാണ്. പിന്നെ നമ്മളെപ്പോൾ ടെക്സ്റ്റഡ് ആർട്ടല്ല ചെയ്യൽ, അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റിക്കാണ് നമ്മളിന്ന് പെയിൻറ്റിങ് പിടിക്കാൻ പോകുന്നത്. പിന്നെ നമ്മളൊരു സ്കൈ തീമാണ് പിടിക്കാൻ നോക്കിയത്, പക്ഷേ ഇതിൽ വന്നത് വേറെന്തോ കളറാണ്. അപ്പോൾ അതിലേക്ക് പിങ്കും പിന്നെ ഓറഞ്ചും വൈറ്റും ബ്ലൂവും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ആർഭാഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മഞ്ഞ കളറായി കൊടുക്കുന്നുണ്ട്. പിന്നെ ബ്രഷും കുറച്ചുകൂടി വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് സ്പ്രെഡായി പോയിട്ടുണ്ട്. പക്ഷേ ഇതുവരെയുള്ള സ്റ്റെപ്പൊക്കെ നല്ലതായിരുന്നു. ഒന്നും കൂടി നല്ലോണം മിക്സ് ചെയ്തതായിരുന്നു. നല്ല കരിമ്പച്ച കളർ കിട്ടിയായിരുന്നു. കരിമ്പച്ച കളറല്ല, അതിനെക്കാട്ടും കുറച്ചുകൂടി ഡാർക്കായിട്ടുള്ള കളറായിരുന്നു കിട്ടിയത്. പിന്നെ ഒന്നും നോക്കിയില്ല, കുറച്ചുകൂടി ഗ്രീൻ കളർ അങ്ങാക്കി കൊടുത്ത്. പിന്നെ അതും മിക്സ് ചെയ്തപ്പോൾ ഏകദേശം കളർ കുറച്ചുകൂടി ഡാർക്കായി കിട്ടി. പിന്നെ കുറച്ച് വൈറ്റ് കളറും മിക്സ് ചെയ്ത് വെറുതെയാണ് വൈറ്റ് കളർ ഇട്ടത്. കളർ വേസ്റ്റായി എന്നല്ലാണ്ട് അവിടെ വൈറ്റ് കളർ ഇട്ടേക്കെന്ന് തന്നെ തിരിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എൻ്റെ കൈ കൊണ്ട് തന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഗ്രേസ്, ഒരു കുറച്ച് ബ്ലാക്ക് കളർ, അങ്ങനത്തെ ഒരു കളറാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ എൻ്റെ ഫിംഗറിനെ കൊണ്ട് കുറച്ച് ആർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഒരു യെല്ലോ കളറിനെ കൊണ്ടും പിന്നെ ഗ്രീനും അങ്ങനെ ഫിംഗറിനെ കൊണ്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് കൈ കിട്ടുന്ന കുറേ കളർ കൊണ്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് എപ്പോൾ എഴുതുമ്പോൾ തന്നെ ലവ് എന്നങ്ങ് എഴുതി കൊടുക്കുന്നുണ്ട്. ബാക്കിയൊന്നും എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ്. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ നമ്മൾ സ്കൈ തീം പെയിൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ ഫിംഗർ ആർട്ടാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങളടുത്ത് തിന്നായിട്ടുള്ള ബ്രഷ് ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കുക. നല്ല കട്ടിയുള്ള ഉപയോഗിച്ചാൽ കുറച്ചുകൂടി മെസ്സായിട്ടാണ് കിട്ടുക. എൻ്റെ അടുത്ത് തിന്നുള്ള ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ അത് ഉപയോഗിച്ചില്ല. കുറച്ചുകൂടി പരന്ന പോലത്തെ ആയിരുന്നു ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അതിൻ്റെ തെമ്പ് കൊണ്ട് തന്നെ കണ്ണും മൂക്കൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. നല്ല കഴിവുള്ളവളാണെങ്കിൽ നല്ലോണം വരക്കാൻ പറ്റും. പക്ഷെ എനിക്ക് അത്ര കഴിവില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അധികം നല്ല വരച്ചിട്ടുള്ളത് കണ്ണും മൂക്കും. പിന്നെ നല്ല തിന്നായിട്ടുള്ള, ഞാൻ പറഞ്ഞില്ലേ, നല്ല തിന്നായിട്ടുള്ള ബ്രഷൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം വരക്കാൻ പറ്റും. എൻ്റെ അടുത്ത് കുറച്ച് കട്ടിയുള്ളതായിരുന്നു ഉള്ളത്. പിന്നെ നല്ല ക്ഷമയുള്ളവർക്കും നല്ലോണം ചെയ്യാൻ പറ്റും. എനിക്ക് തീരെ ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ നല്ല വേഗം തന്നെയായിരുന്നു ചെയ്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ടച്ചപ്പൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്കാണിത്. അപ്പോൾ ഇനി ഇത് നമുക്ക് ഈസൽ സ്റ്റാൻഡിന്മേൽ വെച്ച് നോക്കണം. അപ്പോൾ ഇതാണ് ഈസൽ സ്റ്റാൻഡിന്മേൽ വെച്ചിട്ടുള്ള ഒരു ലുക്ക്. അപ്പോൾ ഇഷ്ടപ്പെട്ടൊന്ന് പറയാനും മറക്കല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും